ഹലോ, ഒരു പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാണ് കേട്ടോ ഞാനിത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി തിളയ്ക്കാറായ വെള്ളത്തിലേക്ക് കപ്പ ഇടുക. എന്നിട്ട് ഉപ്പും പാകത്തിനിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് എടുക്കുക. അതിന് ശേഷം വെള്ളം കളഞ്ഞ് അതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുക. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വേവിച്ച് ഉടച്ചെടുക്കുക. കപ്പ ഉടച്ചാൽ വെള്ളം വറ്റി കുറുകി തുടങ്ങുന്ന ആ സമയത്ത് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് നന്നായിട്ട് കുറുകി വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് വറവ്, വെളിച്ചെണ്ണയിൽ കറിവേപ്പില, വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ വറവിട്ട് കപ്പയിലൊഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ. ഞാനിതിൻ്റെ കൂടെ നത്തോലി മുളക് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് തന്നെ കഴിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവുമെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. എൻ്റേതായൊരു സ്റ്റൈലിൽ ഞാൻ ഒരു നത്തോലി മുളക് കറി വെച്ചു. നമ്മൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒത്തിരി മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ഇടണം കേട്ടോ. എന്നിട്ട് അത് വെന്ത് കുറുകി വരുമ്പോൾ നമ്മൾ നത്തോലിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നത്തോലി പെട്ടെന്ന് വേവും കേട്ടോ. അത് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അങ്ങനെയാണ് എൻ്റെ നത്തോലി കറി. ഞാൻ ഫസ്റ്റ് അമ്മയ്ക്ക് തന്നെയാണ് കൊടുത്തത്. അമ്മയ്ക്ക് കൊടുത്താൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അമ്മ പറഞ്ഞാൽ നമുക്കത് ശരിയാക്കാമല്ലോ. പക്ഷേ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന്. പിന്നെ എൻ്റെ അമ്മ പണ്ട് മുതലേ എന്ത് ഭക്ഷണവും നിലത്തിരുന്ന കേട്ടോ കഴിക്കുക. ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കും. ഞാനും നിലത്തിരുന്ന് കഴിക്കും. പക്ഷെ എനിക്ക് ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹസ്ബൻഡിന് കൊടുത്തു. ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടമായി. അമ്മ പറഞ്ഞത് ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാമെന്നാണ്. ഇവർ രണ്ടാൾക്കൊണ്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയിപ്പിച്ചൊന്നല്ല കേട്ടോ. പിന്നെ ഞാൻ എത്ര നന്നാക്കി പറയാൻ ശ്രമിച്ചാലും എൻ്റെ കൊയിലാണ്ടി ഭാഷ എന്നെ വിട്ടു പോകില്ല. അപ്പോൾ നന്നാക്കി പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആ കൊയിലാണ്ടി കയറി വരും. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ബൈ.